ചെകുത്താൻ്റെ കാലടികൾ ഭാഗം 4. ഞങ്ങൾ തിരിച്ച് താമസ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഞങ്ങളെ പ്രതീക്ഷിച്ചു ഒരാൾ കാത്തിരിപ്പുണ്ടായിരുന്നു. അതോടെ ഞങ്ങളുടെ ശ്രദ്ധ വീണ്ടും ടെനിഗ്രീസ് കുടുംബ ദുരന്തത്തിലേക്ക് തിരിഞ്ഞു. ആ സന്ദർശകൻ ഞങ്ങൾക്ക് അറിയാവുന്ന ആളായിരുന്നു. ആ തടിച്ച ഉടലും ഗൗരവവും കാർക്കശ്യവും ദ്യോതിപ്പിക്കുന്ന മുഖവും ചോരക്കണ്ണും ആരുടേതാണെന്ന് ലണ്ടനിലും ആഫ്രിക്കയിലും പോലും പരക്കെ അറിയപ്പെട്ടിരുന്ന പ്രസിദ്ധ സിംഹവേട്ടക്കാരനും നിരീക്ഷണ സഞ്ചാരിയും അതുല്യ വ്യക്തിപ്രഭാവവാനുമായ ഡോക്ടർ ലിയോൺ സ്റ്റെയിൻഡെയിൻ അല്ലാതെ മറ്റാരുമല്ലായിരുന്നു ഞങ്ങളുടെ സന്ദർശകൻ. സ്റ്റെയിൻഡെയിൻ ഈ ജില്ലയിൽ എവിടെയോ താമസിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. ഒന്നോ രണ്ടോ തവണ കിളിരം കൂടിയ അദ്ദേഹത്തിൻ്റെ രൂപം വഴിയിൽ എവിടെയൊക്കെയോ വെച്ച് കാണാനും ഇടയായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഞങ്ങളെ സമീപിക്കുകയോ ഞങ്ങൾ അദ്ദേഹത്തോട് അടുക്കുകയോ ഉണ്ടായിട്ടില്ല. മിക്കവാറും യാത്ര കഴിഞ്ഞുള്ള ഒഴിവു സമയം അത്രയും ഏകാന്തവന്യമായ ബ്യൂച്ചമ്പ് അരിയസിലെ ചെറിയൊരു ബംഗ്ലാവിൽ ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. അവിടെ അദ്ദേഹം പുസ്തകങ്ങളുടെയും ഭൂപടങ്ങളുടെയും മധ്യേ ഒറ്റയ്ക്കിരുന്ന് വായിച്ചും നിരീക്ഷിച്ചും തികച്ചും വ്യക്തിപരമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ഇങ്ങനെയുള്ള അദ്ദേഹം വളരെ ആകാംക്ഷാപൂർവം ഈ കേസിൻ്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടോ എന്ന് ഹോംസിനോട് ചോദിക്കുന്നത് കേട്ടപ്പോൾ ഞാനാകെ അമ്പരന്നു പോയി. നാടൻ പോലീസുകാർ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇനി താങ്കളുടെ വിപുലമായ അനുഭവ പരിചയത്തിൽ നിന്ന് വേണം എന്തെങ്കിലും ഉരുത്തിരിഞ്ഞു വരുവാൻ, അദ്ദേഹം പറഞ്ഞു. എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള വീടാണത്. ഉള്ളത് പറഞ്ഞാൽ എൻ്റെ അമ്മ വഴിക്ക് അവർ എൻ്റെ മച്ചുനന്മാരുമാണ്. അവർക്കുണ്ടായ ഈ ദുരന്തം എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. അതാണ് ഞാൻ താങ്കളോട് ഇത്ര താല്പര്യപൂർവ്വം അന്വേഷിക്കുന്നത്. ഇന്ന് കാലത്താണ് എനിക്ക് വിവരം കിട്ടിയത്. ആഫ്രിക്കയിലേക്ക് ഞാൻ യാത്ര പുറപ്പെട്ടതായിരുന്നു. പക്ഷേ യാത്ര മുടക്കി തിരിച്ചു പോന്നു. ഈ വിവരം അത്രത്തോളം എനിക്ക് പ്രാധാന്യമാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഹോംസ് കൺപുരുകങ്ങൾ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ പോകാനിരുന്ന കപ്പൽ വിട്ടു പോകില്ലേ? അടുത്ത ബോട്ടിന് പോകാം, അല്ലാതെ എന്ത് ചെയ്യാനാ? ഓ, അത്രയ്ക്ക് സ്നേഹമുണ്ടല്ലേ അവരോട്? അതെ ഹോംസ്, ഞങ്ങൾ ചാർച്ചക്കാരാണെന്ന് പറഞ്ഞല്ലോ. ഉവ്വല്ലോ, അമ്മ വഴി മച്ചുനന്മാര്. അപ്പോൾ നിങ്ങളുടെ കെട്ടും കിടക്കയും കപ്പലിൽ കയറ്റിയോ? കുറച്ച് മാത്രം. കൂടുതൽ പങ്കും ഹോട്ടലിൽ തന്നെയാണ് ഹോംസ്. അങ്ങനെയാണല്ലേ? ഇന്നത്തെ പ്രഭാതപത്രത്തിൽ നിന്നായിരിക്കാം നിങ്ങൾ ഈ വിവരം അറിഞ്ഞത് അല്ലേ? അല്ല സർ, എനിക്കൊരു കമ്പി കിട്ടിയായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. കമ്പിയോ? ആരിൽ നിന്നാണ് കമ്പി കിട്ടിയത്? ഞങ്ങളുടെ സന്ദർശകന്റെ അപ്രസന്നമായിരുന്ന മുഖത്ത് വീണ്ടും നിഴൽ പരന്നു. മിസ്റ്റർ ഹോംസ്, താങ്കളെല്ലാം കിള്ളിക്കിഴിച്ചറിയുന്ന ആളാണല്ലേ? അതാണല്ലോ എൻ്റെ തൊഴിൽ. ഏതായാലും കമ്പി കിട്ടിയ വഴി പറയാൻ എനിക്ക് ഒരു വിരോധവുമില്ല. എനിക്ക് കമ്പി അടിച്ചത് വികാരി റൗണ്ടേയാണ്. ഓഹോ, പറഞ്ഞതിന് നന്ദി, ഹോംസ് പ്രതിവചിച്ചു. ഇനി നിങ്ങളുടെ ആദ്യത്തെ ചോദ്യത്തിനുള്ള സമാധാനം പറയാം. ഈ കേസ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും എനിക്ക് പിടികിട്ടിയിട്ടില്ല. എങ്കിലും എന്തെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യാനാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പരിതസ്ഥിതിയിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ എനിക്ക് കഴിയില്ല. താങ്കളുടെ അന്വേഷണത്തിൻ്റെ പോക്ക് ഏത് വഴിക്കാണെന്ന് പറയാൻ സന്മനസ്സുണ്ടാവുമോ ഹോംസ്? പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഓ, അങ്ങനെയെങ്കിൽ ഞാൻ സമയം മെനക്കെടുത്തുന്നില്ല. എൻ്റെ സന്ദർശനം നീട്ടുന്നുമില്ല. ഞാൻ ഇറങ്ങുന്നു. അല്പം പ്രകടമായ നീരസത്തോടെ അദ്ദേഹം ഞങ്ങളുടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 5 മിനിറ്റിനകം ഹോംസ് അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്തു. പിന്നെ വൈകുന്നേരം വരെ ഹോംസിനെ കണ്ടതുമില്ല. വൈകുന്നേരം നിരുന്മേഷഭാവത്തിൽ പതുക്കെ പതുക്കെ നടന്നു വരുന്നത് കണ്ടപ്പോൾ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ ഊഹിച്ചു. അദ്ദേഹത്തിൻ്റെ മേൽവിലാസത്തിൽ വന്നു കിടന്ന ഒരു കമ്പി വാർത്തയിൽ കണ്ണോടിച്ച ശേഷം അത് ഓവുചാലിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഹോംസ് പറഞ്ഞു. ആ കമ്പി പ്ലിമത്ത് ഹോട്ടലിൽ നിന്നാണ് വാട്സൺ. വികാരിയിൽ നിന്ന് ആ സ്ഥലത്തിൻ്റെ വിലാസം തിരക്കിയറിഞ്ഞ് സ്റ്റെയിൻഡെയിൻ പറഞ്ഞത് ശരിയാണെന്നറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് കമ്പി അടിച്ചിരുന്നു. അതിനുള്ള മറുപടിയാണത്. ഇന്നലെ രാത്രി ആ മനുഷ്യൻ അവിടെ തന്നെ കഴിഞ്ഞിരുന്നുവെന്നും അയാളുടെ പെട്ടിപെട്ടകങ്ങൾ കുറെ ആഫ്രിക്കയിലേക്ക് അയച്ചു കൊടുത്തിട്ട് അയാൾ കേസന്വേഷണം സംബന്ധിച്ച് ഇവിടെ തങ്ങുകയായിരുന്നുവെന്നും കമ്പിയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. വാട്സൺ, ഇതിൽ നിന്ന് താങ്കൾക്ക് എന്ത് അനുമാനിക്കാൻ കഴിയും? അദ്ദേഹം ഇതിൽ ഏറെ തൽപരനാണെന്ന് എനിക്ക് തോന്നുന്നു ഹോംസ്.
അതെ, ഏറെ തൽപരം തന്നെ. എന്നാലും നമ്മൾ ഇതുവരെ ഉൾക്കൊള്ളാത്ത ഒരു ഭീഷണി ഇതിലുണ്ട്. നമ്മെ കുഴപ്പത്തിൽ കുരുക്കുന്ന ഒരു ഭീഷണി. ഏതായാലും തെളിവുകൾ മുഴുവൻ കൈവശം വരാത്തിടത്തോളം നമുക്ക് മുന്നോട്ടു പോയേ പറ്റൂ. തെളിവുകൾ പൂർത്തിയായാൽ നമ്മളുടെ പ്രയാസങ്ങൾക്കും പരിഹാരമാവും. അന്വേഷണം തിരിച്ചുവിടുന്ന വിചിത്രവും നിഗൂഢവുമായ പുതിയ വഴി ഏതായിരിക്കുമെന്നോ ഹോംസിന്റെ വാക്കുകളും പ്രതീക്ഷകളും എത്ര വേഗം സാക്ഷാത്കരിക്കപ്പെടുമെന്നോ എനിക്ക് നിശ്ചയമില്ലായിരുന്നു. ഞാൻ രാവിലെ ഷേവ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു സവാരി വണ്ടിയുടെ ചക്രം ഇഴയുന്ന ശബ്ദം കേട്ടു. അല്പം കഴിഞ്ഞപ്പോൾ വണ്ടി ഞങ്ങളുടെ പടിക്കൽ വന്നു നിന്നു. നോക്കിയപ്പോഴാണെങ്കിൽ വികാരി റൗണ്ടേ. അദ്ദേഹം വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി പാഞ്ഞു വരുന്നുണ്ട്. ഹോംസും ഞാനും പെട്ടെന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇറങ്ങിച്ചെന്നു. നാവ് പൊക്കുവാൻ പോലും അരുതാത്ത വണ്ണം അത്രയ്ക്ക് സംഭ്രാന്തനും പരീക്ഷീണിതനുമായിരുന്നു അദ്ദേഹം. ഒടുവിൽ ഒരു കണക്കിന് വിക്കിയും വിതുമ്പിയും അദ്ദേഹം ആ കഥ പറഞ്ഞൊപ്പിച്ചു. ഹോംസ്, ഞങ്ങൾ പിശാചിന്റെ പിടിയിലായിപ്പോയി. എൻ്റെ പാവപ്പെട്ട ഇടവകയിൽ പിശാച് തേർവാഴ്ച നടത്തുകയാണ്. ഞങ്ങൾ അവൻ്റെ കയ്യിൽ അകപ്പെട്ടു പോയി. വികാരി വികാരാധിക്യത്താൽ വിറച്ചു. ഒരു ഹാസ്യ കഥാപാത്രത്തെ പോലെ ഹാലിളകി തുള്ളി. ഒടുവിൽ ഞെട്ടിപ്പിക്കുന്ന ആ വാർത്തയും പുറത്തുവിട്ടു. ഹോംസ്, മോർട്ടിമർ ട്രെനിഗ്രീസും കഴിഞ്ഞ രാത്രി മരിച്ചു. അതേ വിധത്തിലും അതേ ലക്ഷണത്തിലും തന്നെ. ഹോംസ് പെട്ടെന്ന് ഞെട്ടിത്തെറിച്ചു. ഞങ്ങളെ രണ്ടുപേരെയും കൂടി അങ്ങയുടെ വണ്ടിയിൽ അങ്ങോട്ട് കൊണ്ടുപോകാമോ? ഹോംസ് ചോദിച്ചു. പിന്നെ എന്താ, കൊണ്ടുപോകാമല്ലോ, വികാരി മറുപടി പറഞ്ഞു. എന്നാൽ നമുക്ക് പ്രാതൽ തൽക്കാലം മാറ്റിവെക്കാം വാട്സൺ. ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു. നമുക്ക് വേഗം പോണം. സ്ഥിതിഗതികൾ മാറ്റിമറിക്കപ്പെടും മുമ്പേ നമുക്ക് സ്ഥലത്തെത്തണം. വികാരിയുടെ വസതിയിലെ 2 മുറികളാണ് മോർട്ടിമർ ഉപയോഗിച്ചിരുന്നത്. താഴത്തെ നിലയിലെ മുറി വായനയ്ക്കും ഇരിപ്പിനും മുകളിലത്തേത് കിടപ്പുമുറിയായിട്ടുമാണ് ഉപയോഗിച്ചിരുന്നത്. പോലീസോ ഡോക്ടറോ വന്നെത്തും മുമ്പ് ഞങ്ങൾ ചെന്നതുകൊണ്ട് എല്ലാം യഥാസ്ഥിതിയിൽ തന്നെ നിരീക്ഷിക്കുവാൻ കഴിഞ്ഞു. ആ മുറിയുടെ അന്തരീക്ഷത്തിൽ ദുസ്സഹമായ എന്തോ ഒരു ദുർഗന്ധം മുറ്റി നിന്നിരുന്നു. ആദ്യം മുറിയിൽ കടന്നു ചെന്ന ഒരു പരിചാരകൻ ജനൽ തുറന്നിട്ടതുകൊണ്ട് ശ്വാസം മുട്ടലിന് അല്പം ആശ്വാസം കിട്ടി. പുക തുപ്പിക്കൊണ്ട് മേശപ്പുറത്ത് അപ്പോഴും എരിഞ്ഞു കത്തിക്കൊണ്ടിരുന്ന വിളക്കിൽ നിന്നുള്ള മാലിന്യമാകാം തല ചകിടിപ്പിച്ച ആ സ്തംഭനാവസ്ഥയ്ക്കൊരു കാരണം. വിളക്ക് വെച്ചിരുന്ന മേശയ്ക്കടുത്ത് കസേരയിൽ പുറകോട്ട് മലച്ച് മരിച്ച മനുഷ്യൻ ഇരുന്നിരുന്നു. അയാളുടെ താടിമീശ എഴുന്നതുപോലെയും കണ്ണട നെറ്റിയിലേക്ക് മാറിയും ഇരുണ്ടു ചുളുങ്ങിയ മുഖം ജനലിങ്കിലേക്ക് തിരിഞ്ഞും കാണപ്പെട്ടു. മരിച്ച സഹോദരിയുടെ മുഖത്ത് ദൃശ്യമായ അതേ സംഭ്രമ കമ്പനങ്ങൾ അയാളുടെ മുഖത്തും നീളിച്ചിരുന്നു. അയാളുടെ അവയവങ്ങൾ വെറുങ്ങലിച്ചും കൈവിരലുകൾ കൂട്ടിപ്പിടഞ്ഞും ഭയപാരമ്യത്താൽ മൃതി അടഞ്ഞതായിട്ടാണ് തോന്നിപ്പോവുക. അയാളുടെ ദേഹം വസ്ത്രം കൊണ്ട് മറച്ചിരുന്നു. എങ്കിലും വളരെ ദ്രുതഗതിയിൽ വസ്ത്രം വാരി വലിച്ചുടുത്ത മട്ടുണ്ട്. കിടക്കയിൽ കിടന്നുറങ്ങിയതിൻ്റെ ലക്ഷണം കാണുന്നതുകൊണ്ട് വെളുപ്പാങ്കാലത്തായിരിക്കണം ഈ സംഭവം നടന്നതെന്ന് ഊഹിക്കാം. മുറിയിൽ കാലുകുത്തിയപ്പോൾ മുതൽ ഹോംസ് നടത്തിയ ശീഘ്ര നിരീക്ഷണ പരീക്ഷണങ്ങൾ കാണുന്ന ആർക്കും അദ്ദേഹത്തിൻ്റെ ഉദാസീനമായ ബാഹ്യപ്രകൃതിക്കുള്ളിൽ ഇത്ര ഉദീപ്തമായ ഊർജം അടങ്ങിയിരുന്നോ എന്ന് അത്ഭുതം കൂറുമായിരുന്നു. നിമിഷത്തിനകം അദ്ദേഹം ഏകാഗ്രചിത്തനും ശ്രദ്ധാലുവുമായി. കണ്ണുകൾ തിളങ്ങി, മുഖം ഗൗരവപൂർണമായി. കർമ്മവേഗം കൊണ്ട് അവയവങ്ങൾ തരിച്ചു. അദ്ദേഹം പുറത്തെ പുൽത്തകിടിയിലേക്ക് പോയി. ജനലിൽ കൂടി അകത്ത് കടന്ന് മുറിയിൽ ചുറ്റി നടന്നു. മുകളിലത്തെ കിടപ്പുമുറിയിൽ ചെന്നു. എന്നു വേണ്ട, കുറ്റിക്കാട് മുഴുവൻ പാഞ്ഞു നടന്ന് പരിശോധിക്കുന്ന ഒരു വേട്ടനായയെപ്പോലെ അദ്ദേഹം എല്ലായിടവും ഓടിച്ചാടി നടന്നു നോക്കി. കിടപ്പുമുറിയിലെ വിസ്തരിച്ചുള്ള പരിശോധന തോട്ടത്തിലേക്ക് ജനൽ തുറന്നിട്ടുകൊണ്ട് അവസാനിപ്പിച്ചു. എന്നിട്ട് ജനലിൽ കൂടി പുറത്തിറങ്ങി കോവിണിപ്പടിയിൽ നിന്നുകൊണ്ട് പുൽത്തകിടിയിലേക്ക് നോക്കി. വീണ്ടും ഇരിപ്പുമുറിയിലേക്ക് ഓടിക്കയറി. അവിടെ കത്തി നിന്നിരുന്ന വിളക്ക് സസൂക്ഷ്മം പരിശോധിച്ചു. അതിൻ്റെ അളവുകൾ തിട്ടപ്പെടുത്തി. വിളക്കിൻ്റെ ചിമ്മിനിയുടെ മുകളിൽ വെച്ചിരുന്ന അപ്രകവചം ശ്രദ്ധിച്ചു നോക്കി. അതിൽ പറ്റിപ്പിടിച്ചിരുന്ന കരി കുറേശ്ശെ ചുരണ്ടിയെടുത്ത് ഒരു കടലാസ് കൂട്ടിലാക്കി ഹോംസ് അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് ബുക്കിൽ നിക്ഷേപിച്ചു. ഒടുക്കം ഡോക്ടറും പോലീസ് പാർട്ടിയും വന്നെത്തിയതോടെ അദ്ദേഹം ആംഗ്യം കാണിച്ചതനുസരിച്ച് വികാരി ഉൾപ്പെടെ ഞങ്ങൾ മൂവരും മുറിയിൽ നിന്ന് പുറത്തു പോന്നു.